വിളിച്ചിട്ട് എടുക്കാത്തതിനെ തുടർന്ന് കാമുകയെയും കാമുകയുടെ 6 വയസ്സുകാരിയായ മകളെയും കഴുത്തറുത്ത് കൊലപ്പെടുത്തി 25 വയസ്സുള്ള കാമുകൻ. ഉത്തർപ്രദേശിലെ മല്ലിഹാബാദിലാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായത്. 1600 തവണ ഫോൺ വിളിച്ചിട്ടും കാമുക എടുത്തില്ലെന്നും തന്നെ അവഗണിച്ചതാണ് കൊലപാതകം ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നുമാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. ജനുവരി 15-നാണ് 24 വയസ്സുള്ള ഗീതയുടെ മകൾ ദീപിക എന്നിവർ ക്രൂരമായി കൊല്ലപ്പെട്ടത്. കേസിൽ ഗീതയുടെ ബന്ധു കൂടിയായ വികാസ് ജയ്സ്വാളിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മരിച്ചയാളുടെ ശരീരത്തിൽ അനവധി മുറിവുകളും പോലീസ് കണ്ടെത്തി. ദീപികയെ ഫോൺ ചെയ്തിട്ട് മറുപടിയൊന്നും ലഭിക്കാത്തതിനാൽ സംശയം തോന്നിയ ബന്ധുക്കൾ വീട്ടിലെത്തുകയായിരുന്നു. വീട് പുറത്തുനിന്ന് പൂട്ടിയ അവസ്ഥയിലായതിനാൽ ഏണി ഉപയോഗിച്ച് വീടിനകത്ത് കടന്നപ്പോഴാണ് രക്തത്തിൽ കുളിച്ച നിലയിൽ ഇരുവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മൃതദേഹത്തിന് അരികിൽ നിന്ന് ലഭിച്ച 2 മൊബൈൽ ഫോണുകൾ പരിശോധിച്ചതിൽ നിന്നുമാണ് പ്രതിയിലേക്ക് പോലീസ് എത്തിയത്. 11 മാസത്തിനിടെ വികാസ് ഗീതയെ 1600 തവണ വിളിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തി. വികാസ് മിക്ക ദിവസവും വീട്ടിൽ വന്നിരുന്നുവെന്ന് ഗീതയുടെ മകനും പോലീസിന് മൊഴി നൽകി. കോവിഡ് കാലത്താണ് ഇരുവരും തമ്മിൽ ബന്ധം ആരംഭിച്ചതെന്നും അത് പിന്നീട് ശാരീരിക ബന്ധത്തിലേക്ക് എത്തുകയുമായിരുന്നു എന്നും പ്രതി പോലീസിന് മൊഴി നൽകി. ഗീതയുടെ ഇഷ്ടപ്രകാരമാണ് കുവൈറ്റിലെ ജോലി കളഞ്ഞ് താൻ നാട്ടിലെത്തിയതെന്നും പിന്നീട് ഗീത അവഗണിക്കാൻ തുടങ്ങിയെന്നും ഇക്കാര്യം സംസാരിക്കാനാണ് ജനുവരി 15-ന് ഗീതയെ കാണാനെത്തിയതെന്നും വികാസ് പറഞ്ഞു. എന്നാൽ ഇരുവരും തമ്മിലുള്ള സംസാരം കയ്യാങ്കളിയിൽ എത്തുകയായിരുന്നു. തുടർന്നാണ് മകളെയും ഗീതയും കഴുത്തറുത്ത് വികാസ് കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിനു ശേഷം സംഭവ സ്ഥലത്ത് പോലീസ് എത്തിയപ്പോഴും വികാസ് ബന്ധുക്കളെ ആശ്വസിപ്പിക്കാനും മറ്റുള്ളവർക്ക് സംശയം തോന്നാതിരിക്കാനും അവിടെ ഉണ്ടായിരുന്നു. ഫോൺ കോളുകൾ പരിശോധിച്ചപ്പോഴാണ് വികാസിലേക്ക് അന്വേഷണം എത്തിയത്. ഗീതയുടെ ഭർത്താവിന് മുംബൈയിലാണ് ജോലി. കൊലപാതക സമയം വീട്ടിൽ ഗീതയും മകൾ ദീപികയും മാത്രമാണ് ഉണ്ടായിരുന്നത്. മൂത്ത മകൻ ദീപൻഷു വീട്ടിൽ ഇല്ലാതിരുന്ന തക്കം കൂടി നോക്കിയാണ് പ്രതി വീട്ടിലെത്തിയത്.